ലെറ്റ്സ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 100ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ 100ാമത്തെ എപ്പിസോഡാണ് ഇന്ന്. ഈ എപ്പിസോഡ് നമ്മുടെ ബൈബിൾ ക്വിസ് തുടങ്ങിയതിന് ശേഷം ഇതുവരെയും ദൈവം നമ്മളെ നടത്തി. അപ്പോൾ ഇനിയും നമ്മുടെ എപ്പിസോഡ്സ് ഇങ്ങനെ മുന്നോട്ട് പോട്ടെ അല്ലേ. എല്ലാവരും പങ്കെടുക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും കൂടുതൽ പേർ പങ്കെടുക്കുക. നിങ്ങൾ ബൈബിള് നല്ലോണം വായിക്കുന്നു എന്നറിയുന്നതിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. അതുപോലെ ആൻസേഴ്സ് കറക്റ്റായിട്ട് അയക്കുന്നു, ഒത്തിരി സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണെങ്കിലും ഇനിയും ബൈബിൾ ഒത്തിരി വായിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോവാം. ഇന്നത്തെ പോർഷൻ ഒരിക്കൽ കൂടെ പറയാം. 2 ദിനവൃത്താന്തം 30 മുതൽ 33 വരെ, അപ്പോസ്തല പ്രവർത്തികൾ 11-ാം അധ്യായം. ഇതായിരുന്നു ഇന്നലെ ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഓൾറെഡി വായിച്ച് റെഡി ആയിട്ടിരിക്കുന്നു കരുതുന്നു. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. ആദ്യത്തെ ചോദ്യം, പുതിയ നിയമ പാഠഭാഗത്ത് കാണുന്ന ഒരു തമിഴ് പദം ഏത്? ഈ പദത്തിന് സഹായം അല്ലെങ്കിൽ തുണ എന്നർത്ഥം. ഏതാണത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. പുതിയ നിയമ പാഠഭാഗത്ത് കാണുന്ന ഒരു തമിഴ് പദം ഏത്? ഈ പദത്തിന് സഹായം അല്ലെങ്കിൽ തുണ എന്നർത്ഥം. ഏതാണത്? രണ്ടാമത്തെ ചോദ്യം, ജീവൻ നഷ്ടമാകുന്ന സമയത്ത് പോലും ബഹുമാനം ലഭിച്ച രാജാവ് ആര്? ജീവൻ നഷ്ടമാകുന്ന സമയത്ത് പോലും ബഹുമാനം ലഭിച്ച രാജാവ് ആര്? മൂന്നാമത്തെ ചോദ്യം, ഞങ്ങൾ രണ്ടുപേരും വിചാരകന്മാരാണ്. ഒരു വാക്യത്തിൽ കാണുന്ന 3 അക്ഷരമുള്ള ഞങ്ങളുടെ പേരുകൾ ഒരക്ഷര വ്യത്യാസത്തിലാണ്. ഞങ്ങൾ ആരെല്ലാം? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഞങ്ങൾ രണ്ടുപേരും വിചാരകന്മാരാണ്. ഒരു വാക്യത്തിൽ കാണുന്ന 3 അക്ഷരമുള്ള ഞങ്ങളുടെ പേരുകൾ ഒരക്ഷര വ്യത്യാസത്തിലാണ്. ഞങ്ങൾ ആരെല്ലാം? ഓക്കെ. നാലാമത്തെ ചോദ്യം, വേഗതയുള്ള സന്ദേശവാഹകർ എന്നതിന് പാഠഭാഗത്ത് 2 പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന പദം എന്ത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. വേഗതയുള്ള സന്ദേശവാഹകർ എന്നതിന് പാഠഭാഗത്ത് 2 പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന പദം എന്ത്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ജീവനക്കാരന്റെ പേരിന്റെ അവസാനത്തെ 2 അക്ഷരം ചേരുമ്പോഴും ഒരു കവാടത്തിന്റെ പേരിന്റെ ആദ്യത്തെ 2 അക്ഷരം ചേരുമ്പോഴും നാം ഭക്ഷിക്കുന്ന ഒരു ജീവിയുടെ പേരുണ്ട്. ജീവനക്കാരന്റെയും കവാടത്തിന്റെയും പേരെന്തല്ല? ഓക്കെ. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. ഒരു ജീവനക്കാരന്റെ പേരിന്റെ അവസാനത്തെ 2 അക്ഷരം ചേരുമ്പോഴും ഒരു കവാടത്തിന്റെ പേരിന്റെ ആദ്യത്തെ 2 അക്ഷരം ചേരുമ്പോഴും നാം ഭക്ഷിക്കുന്ന ഒരു ജീവിയുടെ പേരുണ്ട്. ജീവനക്കാരന്റെയും കവാടത്തിന്റെയും പേരെന്തല്ല? ഓക്കെ. അപ്പൊ ഇതാണ് ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഇപ്പോഴേ കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഉത്തരങ്ങൾ വിത്ത് റെഫറൻസ് അയച്ചോളൂ. ഇതിന്റെ ആൻസേഴ്സ് നാളെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഉത്തരങ്ങളുമായിട്ട് നാളെ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.